ഹായ് ഗൈസ്, നമുക്ക് ഇപ്രാവശ്യം ഒന്ന് മുന്തിരി വൈൻ ഉണ്ടാക്കി നോക്കിയാലോ. സത്യത്തിൽ നമ്മൾ ഇപ്രാവശ്യം മുന്തിരി വൈൻ ഉണ്ടാക്കാനൊന്നും ലേറ്റായി. ഇന്ന് തന്നെ ഒരു 20-ാം തീയതി. ഇനിയും ഈ 2-3 ദിവസത്തിൽ എങ്ങനെയാണ് മുന്തിരി വൈൻ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ എത്തിക്കുന്നത് 1 കിലോളം മുന്തിരിയാണ്. ഈ മുന്തിരി വെച്ചാൽ നമ്മൾ 2 വട്ടം ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി, അതിനുശേഷം 1 വട്ടം മഞ്ഞൾ വെള്ളത്തിൽ കഴുകി, അതിനുശേഷം ഒന്നുകൂടി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ ഈ മുന്തിരി എടുത്തിക്കണേ. കാരണം അതിലുള്ള പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഒക്കെ മാക്സിമം പോയിക്കോട്ടെ വിചാരിച്ചു. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഉപയോഗിച്ചോളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കാതിരാപ്പൂ, കരയാമ്പൂ, ഗ്രാമ്പു, പട്ട, ഏലക്കായ തുടങ്ങിയ സാധനങ്ങളൊക്കെ. ഇതൊക്കെ എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങാടി കടയിലോ ആയുർവേദ കടയിലെങ്ങാനും വൈൻ കൂട്ടുന്നോ വൈൻ മസാല എന്നും ചോദിച്ചാൽ നമുക്ക് അവർ ഇത്ര ക്വാണ്ടിറ്റിയിൽ തരും. അത് നമ്മളൊരു 1 കിലോ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ എടുത്തിട്ട് തന്നേക്കണം അവർ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഈസ്റ്റ്, അതുപോലെ തന്നെ പഞ്ചസാര. അത് 1 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാര ആഡ് ചെയ്താലും മതി. ആവശ്യത്തിന് നമുക്കുള്ള മധുരം കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സൂചി ഗോതമ്പ്, അതുപോലെ തന്നെ നമ്മൾ എത്ര കിലോ മുന്തിരി എടുക്കണ്ടോ അത്രയും ലിറ്റർ വെള്ളം. വെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളമല്ല, ചൂടാകിയ ശേഷം തണുത്ത വെള്ളം, ചൂടാറിയ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. മേക്കിങ്ങിന് കിടക്കുമ്പോൾ നമ്മൾ ഓരോ മുന്തിരിയും നമ്മളെ കൈവിരലുകൊണ്ട് ഞെരടി ഞെരടി വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും വേറെ എന്ത് സാധനങ്ങളായാലും നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അതിപ്പോൾ പാത്രമായാലും കയ്യിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന എന്തായാലും അതങ്ങനെ തന്നെ എടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല ഒരു പരിവാക്കി പോയിട്ടുണ്ട്. നമ്മുടെ മുന്തിരി എല്ലാതും കുഴച്ചെടുത്തിട്ട് നല്ലൊരു പരുവത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളിനി ഭരണിക്ക് മാറ്റാൻ പോകുന്നത്. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ലെയറായിട്ട് വേണം ആഡ് ചെയ്യാൻ. അത് ഫസ്റ്റ് നമ്മൾ കുഴച്ച മുന്തിരിച്ചാറ് ആദ്യം ഒഴിക്കുക, അതിന് മുകളിൽ കുറേശ്ശെ പഞ്ചസാര ഇടുക, വീണ്ടും മുന്തിരി ഒഴിക്കുക, വീണ്ടും പഞ്ചസാര ഇടുക. അതായത് നമുക്ക് ഫുള്ളാക്കരുത്, നമ്മുടെ ഭരണിയുടെ പകുതിയോ മുക്കാലോ ആയിട്ട് വേണം നമ്മൾ നിർത്താൻ. കാരണം നമുക്കിനി അതിൽ ചൂടുവെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ മസാല ഒക്കെ ഇടാണ്ട് അതിനുള്ള സ്പേസ് വേണം. അപ്പോൾ ഗ്രേപ്പും പഞ്ചസാരയുടെ ശേഷം നമ്മുടെ വൈൻ മസാലയ്ക്ക് മാറ്റി വെച്ച സാധനങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്താണ് ഈസ്റ്റ്. ഇതിനെ പറയുന്ന ഈസ്റ്റിൻ്റെ ഡപ്പയുടെ ഒരു 3/4 ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ അതിന് വീര്യം കൂടെയാണ്ട് നമ്മൾ സൂചി ഗോതമ്പ്, നമ്മൾ നല്ല പവർ കിട്ടാനായിട്ട് നമ്മൾ സൂചി ഗോതമ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂണടുത്ത് നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ചൂടാറിയ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു 3/4 ലിറ്റർ ഒഴിക്കുമ്പോഴേക്കും ഈ ജഗ്ഗ് ഫുള്ളും ഏകദേശം 3/4 ഭാഗത്തേക്ക് കൂടുതൽ നിറഞ്ഞു. നിങ്ങൾ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ, ഒരു 3/4 ഭാഗത്തോളം സാധനം ഫില്ല് ചെയ്തിട്ട് ബാക്കി ഒരു ഗ്യാപ്പായിട്ട് വെച്ചോളൂ. സത്യത്തിൽ ഈ ഇളക്കിന് ശേഷം നമ്മൾ കാതിരിപ്പൂ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ എന്തോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ കാതിരപ്പൂ ഒന്ന് ഇട്ടോളൂ, മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ മസാല കിട്ടിയതിന് ശേഷം നല്ല വെളുത്ത തോർത്തുമുണ്ട് അത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിൽ നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. അതിനുശേഷം നല്ല ഇരുട്ടുള്ള മുകളിൽ നിന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഭരണിയുടെയും തോർത്തുമുണ്ടിൻ്റെയും അവസ്ഥ. നമ്മളിത് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അത് തുറന്നപ്പോൾ അവസ്ഥ കണ്ടല്ലോ. ഇതാണ് പറഞ്ഞാൽ കുറച്ച് ഒരു ഗ്യാപ്പ് വെച്ചോളൂന്ന്. ഇത് ഫുള്ള് നേരത്തെ ചെടി ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ പൊങ്ങി മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ മിസ്റ്റേക്ക് ഉണ്ടാവാതെ നോക്കുക. പിന്നെ ഈ തോർത്തുകൊണ്ട് അഴിച്ച് ദിവസത്തിൽ 1 വട്ടം, കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഒന്ന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കറക്റ്റ് മസാലയും സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ജോയിൻ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് വൈൻ സാധനം നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 2 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം 3-ാമത്തെ ദിവസം തൊട്ട് നമുക്കിത് കുടിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് അൺവീലിംഗ്